കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. തുലാം രാശിയുടെ പുതുവർഷഫലം 2025 ആണ് പറയാൻ പോകുന്നത്. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര അവസാനത്തെ 2 പാദങ്ങൾ, ചോതി വിശാഖം ആദ്യത്തെ 3 പാദങ്ങൾ ഇവയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം മോശമാണ്. വ്യാഴം 8-ലും, അതായത് അഷ്ടമ വ്യാഴം, ശനി 5-ലുമാണ്. അപ്പോൾ വ്യാഴം അഷ്ടമത്തിലാണെങ്കിൽ നമുക്ക് ഓരോ അരിഷ്ടതകളും ഓരോ കേസുകളും അതുപോലെ തന്നെ ഓരോ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും എല്ലാം ഇങ്ങനെ ദൈവാധീനം കുറഞ്ഞ സമയമാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഒരു ലോണിന് അപേക്ഷിച്ചാൽ കിട്ടില്ല, എത്ര അപേക്ഷിച്ചാലും അത് മുടങ്ങിപ്പോകും. അങ്ങനെയൊക്കെ അതുപോലെ ലോൺ കിട്ടിക്കഴിഞ്ഞാൽ തന്നെയും ബുദ്ധിമുട്ടുകളാണ്. ലോൺ എടുക്കാതിരിക്കുകയാണ് നല്ലത് സമയത്ത്. അതുപോലെ ശനിയുടെ ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഭാര്യയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കുട്ടികളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസുഖം വരികയോ അവരെ സംബന്ധിച്ച് മനോദുഃഖം ഉണ്ടാകുന്ന എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ നമുക്ക് വളരെ മോശമായ വാക്കുകൾ കേൾക്കേണ്ടി വരിക, ഖേദകരമായോ നമ്മുടെ മനസ്സിന് സ്ട്രെസ് ഉണ്ടാവാം. എല്ലാം കൊണ്ടും മനസ്സിനെ ഞെരുക്കുന്ന ഒരു സമയത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. എങ്കിലും ഇനി വരാനിരിക്കുന്ന സമയം 2025 മാർച്ചിന് ശേഷം വളരെ നല്ലൊരു സമയത്തിലേക്കാണ് മാറ്റം. ഇത് നേരെ തിരിച്ചാവുന്ന ഒരു സമയമാണ് വരാനിരിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിലുള്ള ഈ ശനിയുടെയും വ്യാഴത്തിൻ്റെയും മോശമായ ആ സ്ഥാനം മാറി ശനി 6-ലേക്കും വ്യാഴം 9-ലേക്കും ഭാഗ്യഭാവത്തിലേക്കും മാറുന്നതാണ്. അങ്ങനെ വരുമ്പോൾ എല്ലാം കൊണ്ടും ഒരു നല്ല സമയമാണ്. ഇപ്പോൾ ഉള്ളതിനെ വിട്ട് വളരെ നല്ലൊരു മാറ്റമുള്ളൊരു സമയമാണ് 2025. ഒരു മാർച്ചിന് ശേഷം, മെയ്ക്ക് ശേഷമൊക്കെ പ്രതീക്ഷിക്കേണ്ടത്. മാർച്ചിൽ ശനി മാറും, മെയ്യിൽ വ്യാഴം മാറും. അപ്പോൾ അതിനൊരു നല്ല ഗുണം മാർച്ചിൽ തന്നെ കണ്ടു തുടങ്ങും. കാരണം വ്യാഴം മാറാൻ പോകുന്നതിന് മുമ്പ് തന്നെ ആ നല്ല ഗുണം കുറച്ച് മുമ്പേ കണ്ടു തുടങ്ങും. കാരണം വ്യാഴം ഒരു പ്രഭയുള്ള ഗ്രഹമാണ്, നല്ല പ്രഭയുള്ളൊരു ഗ്രഹമാണ്. അത്രയും പ്രശോഭിതമായ ഗ്രഹം പോകുന്നതിന് മുമ്പേ അതിൻ്റെ ഗുണങ്ങൾ കണ്ടു തുടങ്ങുന്നതാണ്. ആ ഗ്രഹം വരികയാണ്, പോവല്ല വരികയാണ്. വരുമ്പോൾ തന്നെ അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് കിട്ടി തുടങ്ങും. ആ ശോഭ ഇപ്പോഴേ നമ്മളുടെ രാശിയിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത്രയും പ്രഭയുള്ള ഗ്രഹമാണ് വ്യാഴം. അപ്പോൾ മാർച്ച് ഒക്കെ തുടങ്ങി തന്നെ നല്ലൊരു സമയം, ഏകദേശം ഇപ്പോഴത്തേക്കാളും എന്തായാലും ഭേദമായിട്ടുള്ളൊരു സമയം തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പോഴുള്ള കഷ്ടകാലം മാറാനായി ശാസ്താവിന് നീരാഞ്ജനം ചെയ്യുക, ശിവന് മൃത്യുഞ്ജയ ഹോമം ചെയ്യുക, ഗുരുവായൂരപ്പനെ നന്നായി ഉപാസിക്കുക, ഹനുമാനെ ഉപാസിക്കുക. പിന്നെ ഹനുമാന് വെറ്റിലമാല ചാർത്തുന്നത് നല്ല ഒരു വഴിപാടാണ് ശനിദോഷം മാറാൻ. ഇപ്പോഴത്തെ ശനിദോഷം അത് കുറച്ച് ആധിക്യമായി നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഭാര്യ ഭർത്താവ് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ വീട്ടിലൊരു മനസ്സമാധാനമില്ലാതിരിക്കുക, അങ്ങനെയൊക്കെയാണെങ്കിൽ പ്രധാനമായിട്ടും ഒരു ഐക്യമത്യ പുഷ്പാഞ്ജലി മാസത്തിലൊരിക്കലൊക്കെ നടത്തുന്നത് നല്ലതാണ്. അത് ഉമാമഹേശ്വര പൂജ ചെയ്യുക, ഐകമത്യ പുഷ്പാഞ്ജലി ചെയ്യുക. ഇത് പ്രധാനമായും ചെയ്യേണ്ടത് ശിവനും പാർവതിയും കൂടിയുള്ള അമ്പലത്തിൽ ചെയ്യുകയാണ് ഉമാമഹേശ്വര പൂജ ചെയ്യുന്നത്. ശരിക്കും അവിടെ തന്നെ ഐകമത്യം ചെയ്യുകയാണെങ്കിൽ, കാരണം ശിവപാർവതി ബന്ധത്തിൻ്റെ ആ കെട്ടുറപ്പ് നമ്മുടെ ജീവിതത്തിലേയും കൂടി പകർന്നു കിട്ടാനായി അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. കാരണം മാനസികമായ അത്രയും ഒരു ടെൻഷൻ ചിലപ്പോൾ ഉണ്ടായേക്കാം. അത് അത്ര പേടിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ മാറി നല്ലൊരു സമയത്തിലേക്കാണ് വരാൻ പോകുന്നത്. അതാലോചിച്ച് പ്രത്യാശയോടെ നല്ല നാളുകളിൽ ജീവിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.